ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളുടെ അധിനിവേശകാലത്ത് തകർക്കപ്പെട്ട ഇറാഖിലെ ഡൊമിനിക്കൻ കന്യാസ്ത്രീ മഠം വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്നു. നിനവേ സമതലത്തിലെ ബത്നയിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് ജോസഫ് കോൺവെന്റാണ് ഇറാഖി ക്രൈസ്തവർക്ക് പ്രത്യാശ പകർന്നുകൊണ്ട് വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്നത്. പീഡിത ക്രൈസ്തവർക്കിടയിൽ ശുശ്രൂഷ ചെയ്യുന്ന എഴുത്തുത ചർച്ച് നീഡിന്റെ സഹായത്തോടെയായിരുന്നു കന്യാസ്ത്രീ മഠത്തിന്റെ പുനർനിർമ്മാണം. ഒരു കാലത്ത് പ്രമുഖ ക്രൈസ്തവ കേന്ദ്രമായിരുന്ന ബത്നയിലെ ഡൊമിനിക്കൻ കന്യാസ്ത്രീ മഠവും അവിടെ ഉണ്ടായിരുന്ന കിൻഡർ ഗാർഡനും 2014-2016 കാലഘട്ടത്തിലാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരുടെ ആക്രമണത്തിന് ഇരയായത്. ചാപ്പലിലെ അൾത്താരയും തിരുസ്വരൂപങ്ങളും ഉൾപ്പെടെ തച്ചുടച്ച തീവ്രവാദികൾ മഠത്തിന്റെ ചുവരുകളിൽ ക്രിസ്തീയ വിരുദ്ധ സന്ദേശങ്ങൾ എഴുതുകയും ചെയ്തു. ഇസ്ലാമിക് സ്റ്റേറ്റ് അധിനിവേശം അവസാനിച്ച ശേഷം കന്യാസ്ത്രീകൾ പ്രദേശത്തേക്ക് തിരിച്ചെത്തി ശുശ്രൂഷകൾ തുടങ്ങിയെങ്കിലും കന്യാസ്ത്രീ മഠം താമസയോഗ്യമായിരുന്നില്ല. സമീപ നഗരമായ ടെൽകുഫിൽ താമസിച്ചുകൊണ്ടായിരുന്നു ബത്നയിലെ ശുശ്രൂഷകൾ അവർ നിർവഹിച്ചിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇറാഖി ക്രൈസ്തവരുടെ ക്ഷേമത്തിനായി ഇതിനകം തന്നെ നിരവധി പദ്ധതികൾ നടപ്പാക്കുന്ന ഏസിയൻ കന്യാസ്ത്രീ മഠത്തിന്റെ പുനർനിർമ്മാണം ഏറ്റെടുക്കുകയായിരുന്നു. ഇറാഖിലെ സ്വയംഭരണ പ്രദേശമായ കുർദിസ്ഥാനിലെ കൽദായ രൂപതാധ്യക്ഷൻ മോൺസിഞ്ഞർ പോൾ താബിറ്റ് മൊക്കോയാണ് പുനർനിർമ്മിച്ച കെട്ടിടത്തിന്റെ കൂദാശ നിർവഹിച്ചത്. സെന്റ് ജോസഫ് കോൺവെന്റിലേക്കുള്ള ഡൊമിനിക്കൻ കന്യാസ്ത്രീമാരുടെ തിരിച്ചുവരവ് വലിയ ആവേശവും പ്രത്യാശയുമാണ് പ്രദേശത്തെ ക്രൈസ്തവർക്ക് നൽകുന്നത്. ഇതോടൊപ്പം ഉണ്ടായിരുന്ന കിൻഡർ ഗാർഡന്റെ പുനർനിർമ്മാണവും യാഥാർത്ഥ്യമായതിനാൽ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. ഇസ്ലാമിക് സ്റ്റേറ്റ് അധിനിവേശത്തിനു മുമ്പ് ഏകദേശം 5000-ൽ പരം ക്രൈസ്തവർ ഉണ്ടായിരുന്ന പ്രദേശമാണ് ബത്ന. ഇന്റർനാഷണൽ ഡെസ്ക്, ഷക്കീന ന്യൂസ്.